ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഹലുവ റെഡി ആയിരിക്കും കേട്ടോ. ഇതാണ് കറക്റ്റ് പരുവം കേട്ടോ ഇതിൻ്റെ. അപ്പോൾ നമുക്ക് കാണാം പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഗൈസ്, ഇതാണ് നിങ്ങൾ കാണുന്ന നമ്മുടെ കുമ്പളങ്ങ കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട് കണ്ടോ. പിന്നെ ഇതാണ് നമ്മുടെ തോട്ടത്തിലെ കർഷകൻ, എൻ്റെ അച്ഛനാണ്. മൂപ്പരവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂപ്പരയാണ് മെയിൻ തോട്ടം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കറ്റേക്കിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹലുവ ഉണ്ടാക്കാനാട്ടോ. അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കുമ്പളങ്ങ വെച്ചിട്ടാണ് കുമ്പളങ്ങ ഹലുവ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ ടൈമിലാണ് നമ്മളിത് കുത്തിയിട്ടത്, ഇതിൻ്റെ വിത്തൊക്കെ. അപ്പോൾ ഇപ്പോൾ വലിയ കുമ്പളങ്ങയൊക്കെ ആയി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അത് പറിച്ചിട്ട് അതിൽ തന്നെ ഒരു അടിപൊളി ഹലുവ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും പറിക്കാം. ക്യാമറ ഗൈസ്, ഇതാണ് നിങ്ങൾ കാണുന്ന നമ്മുടെ കുമ്പളങ്ങ കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട് കണ്ടോ. നമ്മൾ ഇതാണ് വലിക്കാൻ പോണത്. ഇത് വലിക്കണമെങ്കിൽ ഞാൻ ക്യാമറ വീണ്ടും താഴേക്ക് ഇറക്കേണ്ടി വരും, കാരണം അല്ലാണ്ട് എനിക്ക് പറ്റില്ല. നമ്മുടെ തോട്ടം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ തോട്ടം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അതൊക്കെ വെണ്ടയ്ക്ക ചെടിയാണ്. വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ കാണാം, ഇടയ്ക്കിടയ്ക്ക് വെണ്ടയ്ക്കൊക്കെ ഉണ്ട് ഇഷ്ടംമാതിരി. പിന്നെ ഇത് കയ്പ്പയ്ക്കയാണ്, കയ്പ്പയ്ക്ക ചെടിയാണ്. പിന്നെ ഇതാണ് നമ്മുടെ തോട്ടത്തിലെ കർഷകൻ, എൻ്റെ അച്ഛനാണ്. മൂപ്പരവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂപ്പരയാണ് മെയിൻ തോട്ടം. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ തോട്ടം കേട്ടോ. മൊത്തത്തിൽ നമുക്ക് എന്തായാലും ഇതൊന്ന് വലിക്കാം. കുമ്പളങ്ങ വലിച്ചിട്ട് കാണാം. അത്യാവശ്യം വലിപ്പമുണ്ട്. വലിച്ചിരിക്കുന്നു ഗൈസ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ സംഭവം. ഒരു 5-6 കിലോ ഒക്കെ ഉണ്ടാവും വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ നമ്മൾ വലിച്ചിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിലാണ് കുമ്പളങ്ങ ഹലുവ ഉണ്ടാക്കാൻ. ഇത് ഫുള്ളൊന്നും എടുക്കില്ല കേട്ടോ, നമ്മൾ കുറച്ചെടുത്തിട്ട് ഉണ്ടാക്കി നോക്കാൻ പോണ്. നമുക്ക് എന്തായാലും കുമ്പളങ്ങ ഹലുവ ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ കുമ്പളങ്ങ ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലി നമ്മൾ കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് ഇതിനെ മാറ്റാം. അതിന് ശേഷം ഇതൊരു പ്ലേറ്റ് എടുക്കാം. ഇതൊരു ഗ്രേറ്ററാണ്, നമ്മൾ ഇതിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോണ്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങേനെ നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിത് ഫുള്ളായിട്ട് ചീകി എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, നമ്മൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലൊരു തോർത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ ഈ ചീകി വെച്ചത് ഇട്ടിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ഇതിന് ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് മൊത്തമായിട്ട് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇടാം. ഇപ്പം നന്നായിട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് മൊത്തം എടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാൻ പോകും കേട്ടോ. ഇതുപോലെ എടുക്കുക, വെള്ളം മൊത്തം ഇതിലോട്ട് പിഴിഞ്ഞെടുക്കുക. വെള്ളം ശരിക്കും നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഈ ചണ്ടി മാത്രമാണ് ആവശ്യം. അതുകൊണ്ടാണ് നമ്മൾ ഫുള്ളായി ഇതിലോട്ട് പിഴിഞ്ഞെടുക്കാൻ പോകുന്നത്. നമുക്കിത് മാറ്റി വീണ്ടും നമ്മുടെ പ്ലേറ്റ് വയ്ക്കാം. പ്ലേറ്റിലോട്ട് നമുക്ക് വീണ്ടും ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് മാത്രമാണ് ആവശ്യം കേട്ടോ. നമ്മൾ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അടുത്തായിട്ട് നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പാൻ വെച്ചു. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് നട്ട്സ് നമ്മൾ മുറിച്ചിട്ടുണ്ട്. അതായത് കാഷ്യൂ നട്ടും ബദാമുമാണ് നമ്മളിപ്പോൾ മുറിച്ചിട്ടിരിക്കുന്നത്. അത് നമുക്ക് ഇതിലോട്ട് മെല്ലെ തട്ടി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. രണ്ടും നല്ല മണമൊക്കെ വരാൻ തുടങ്ങും. ആ ടൈമിൽ നിങ്ങൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ കുമ്പളങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു കപ്പിലാണ് നമുക്ക് കുമ്പളങ്ങ ഇട്ടിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് കുമ്പളങ്ങ എന്ന് പറയാം. അപ്പോൾ നമുക്ക് അത്രയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് 2 കപ്പ് ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇതുപോലെ ഇരുന്നിട്ട്
ഇതിൻ്റെ തന്നെ ഒരു കളർ വരണം. അതായത് ഏകദേശം ഒരു ചെറിയൊരു ബ്രൗണിഷ് വരണ വരെ നമ്മൾ കുമ്പളങ്ങ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഇതിൻ്റെ കളറൊക്കെ ചെറുതായി മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു ബ്രൗണിഷ് ആവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ അടുത്ത് ഫുഡ് കളർ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിലൊരു ചോപ്പ് ഫുഡ് കളറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചാണ്. നമുക്ക് ഏകദേശം ഈ ഒരു ലെവലിൽ ഫുഡ് കളർ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ട്. കണ്ടോ, അപ്പോൾ നല്ല ചോപ്പ് കളർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഫുഡ് കളർ, നിർബന്ധമൊന്നുമില്ല. നമ്മൾ നല്ലൊരു ചോപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇത്. എന്നിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ ഏകദേശം കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാൻ ടൈമായി. അപ്പോൾ നമ്മൾ ഈ കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാര ഇപ്പോൾ എടുത്തിരിക്കണം കേട്ടോ. നമുക്ക് പഞ്ചസാര കൂടെ ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഞങ്ങളിപ്പോൾ 1 കപ്പായിട്ടിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ തന്നെ ആഡ് ചെയ്യണ്ട ഫുള്ളായിട്ട്, കാരണം ചിലപ്പോൾ മധുരം കൂടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾക്ക് ഇടയ്ക്ക് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല മണമൊക്കെ വരും നെയ്യിൻ്റെ. അതേപോലെ അടി പിടിക്കില്ല. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ നെയ്യ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം ഇങ്ങനെ ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം പരുവെന്ന് പറയുന്നത് നമ്മൾ നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ആക്കി വരുമ്പോൾ ഈ നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇത് വിട്ട് വരണം, അതുപോലെ ആവണം. അപ്പോൾ അതാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള പരുവം കേട്ടോ. നമ്മൾ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെയ്യ് ഒഴിച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ വിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള പരുവം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഹലുവ റെഡി ആയിരിക്കും കേട്ടോ. ഇതാണ് കറക്റ്റ് പരുവം കേട്ടോ ഇതിൻ്റെ. അപ്പോൾ നമുക്ക് കാണാം പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി എന്തായാലും ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് എന്തായാലും സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു ചെറിയ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ മാറ്റി കൊടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഹലുവ റെഡി ആയിരിക്കും കേട്ടോ. നമ്മുടെ കുമ്പളങ്ങ ഹലുവ റെഡിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. നിങ്ങൾ കണ്ടല്ലോ നല്ല ഭംഗിയിട്ട് കാണാൻ. നമുക്ക് എന്തായാലും ടേസ്റ്റ് കൂടെ ഒന്ന് നോക്കാം. നമ്മൾ കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ മുകളിലും കുറച്ച്. നമുക്കിതുപോലെ എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടല്ലോ, ടേസ്റ്റ് നോക്കാം. അടിപൊളിയാണ്. നെയ്യൊക്കെ പൊളിയായിട്ടുണ്ട്. നമ്മൾ നല്ലോണം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ അടിപൊളിയായി വരുന്നുണ്ട്. കുമ്പളങ്ങയാണെന്നേ പറയില്ല കേട്ടോ കഴിച്ചാൽ. എനിക്ക് ഏതോ ക്യാരറ്റിലൂടെയൊക്കെ ചെറിയൊരു ടേസ്റ്റ് വരുന്നുണ്ട്. ക്യാരറ്റ് വേറെ എന്തോ ഒരു ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കുമ്പളങ്ങയാണെന്ന് പറഞ്ഞിട്ട് കഴിച്ചാൽ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഉറപ്പാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. എന്തായാലും അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമ്മൾ കിടിലം വീഡിയോസ് ആയിട്ട് സൂപ്പർ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ.